വിരമിച്ച IPS ഉദ്യോഗസ്ഥ ബി സന്ധ്യയ്ക്ക് പുനർനിയമനം നൽകി സർക്കാർ. റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി മെമ്പർ സെക്രട്ടറിയായി നിയമിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. കളമശ്ശേരിയിൽ യഹോവ സാക്ഷികളുടെ യോഗത്തിനിടെ ഉണ്ടായ സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച 3 പേരുടെ കുടുംബങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 5 ലക്ഷം രൂപ വീതം ധനസഹായം നൽകാനും തീരുമാനിച്ചു. തേനീച്ച, കടന്നൽ എന്നിവയുടെ ആക്രമണം മൂലം ജീവഹാനിക്ക് 10 ലക്ഷം രൂപയും വനത്തിന് പുറത്ത് സംഭവിക്കുന്ന ജീവഹാനിക്ക് 2 ലക്ഷം രൂപയും നഷ്ടപരിഹാരമായി അനുവദിക്കും. ഭിന്നശേഷിയുള്ള സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി പ്രകാശനെ വിട്ടയക്കാൻ ശുപാർശ ചെയ്യേണ്ടതില്ലെന്നും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ജീവിതത്തിൽ ആദ്യമായി കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിച്ച പകുതി തടവ് ശിക്ഷ പൂർത്തിയാക്കിയ കുറ്റവാളികൾക്ക് ശിക്ഷാ ഇളവ് അനുവദിക്കുന്നതിന് മാർഗനിർദ്ദേശങ്ങൾ മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് കേസുകളുടെ വിചാരണയ്ക്കായി കൊല്ലത്ത് പ്രത്യേക ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി സ്ഥാപിക്കാനും തീരുമാനമായി. LD ടൈപ്പിസ്റ്റ്, അറ്റൻഡന്റ്, ക്ലർക്ക് എന്നീ തസ്തികകൾ വർക്കിംഗ് അറേഞ്ച്മെന്റ് മുഖേനയോ റീഡിപ്ലോയ്മെന്റ് വഴിയും നികത്തണമെന്നും സ്വീപ്പിംഗ് ജോലികൾക്കായി ഒരു കാഷ്വൽ സ്വീപ്പറെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമിക്കണമെന്നുമുള്ള വ്യവസ്ഥകൾക്ക് വിധേയമായി 10 തസ്തികകൾ സൃഷ്ടിക്കാനും തീരുമാനിച്ചു. തിരുവനന്തപുരം, കോട്ടയം, തൃശൂർ, കോഴിക്കോട് എന്നീ 4 മെന്റൽ ഹെൽത്ത് റിവ്യൂ ബോർഡുകളിൽ തസ്തികകൾ സൃഷ്ടിക്കും. വിനോദസഞ്ചാര വകുപ്പിലെ പദ്ധതികളുടെ നിർവഹണത്തിനും മേൽനോട്ടത്തിനുമായി വിനോദസഞ്ചാര വകുപ്പിൽ ഒരു എഞ്ചിനീയറിംഗ് വിഭാഗം സൃഷ്ടിക്കും. ഹൈക്കോടതിയിലെ സീനിയർ ഗവൺമെന്റ് പ്ലീഡറായി അഡ്വക്കേറ്റ് EG ഗോർഡനെ നിയമിക്കും. 3 ഗവൺമെന്റ് പ്ലീഡർമാരുടെ തസ്തികകളിലേക്ക് അഡ്വക്കേറ്റ് അജിത് വിശ്വനാഥൻ, അഡ്വക്കേറ്റ് ബിനോയ് ഡേവിസ്, അഡ്വക്കേറ്റ് ടോണി അഗസ്റ്റിൻ എന്നിവരെയും നിയമിക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും വർക്കിംഗ് അറേഞ്ച്മെന്റ് വ്യവസ്ഥയിൽ കൈറ്റ് മാസ്റ്റർ ട്രെയിനർമാരായി നിയമിച്ച അധ്യാപകരെ 2024-25 അധ്യയന വർഷം ആരംഭിക്കുന്നതുവരെ തുടരാൻ അനുവദിക്കും.